നമസ്കാരം. ഇപ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം ഒരു ഭയപ്പാടിലാണ്. കാരണം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടുമെന്നുള്ളത് തന്നെയാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്. സത്യത്തിൽ എന്തിനാണ് ആ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനെ ഇവർ ഇത്രയധികം ഭയക്കുന്നത് എന്നുള്ളത് അവരുടെ ഭയത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. പല പൊയ്മുഖങ്ങളും ഉടഞ്ഞു വീഴും, തകർന്നു വീഴും എന്നുള്ളത് നമുക്ക് ഈ കാലയളവ് കൊണ്ട് തന്നെ മനസ്സിലായതാണ്. അതേസമയം ആ സമയത്ത് തന്നെ റിപ്പോർട്ടർ ചാനൽ പറയുകയാണ്, നിങ്ങൾ അത് പുറത്തുവിട്ടില്ലേ, സർക്കാർ അത് പുറത്തുവിട്ടില്ലെങ്കിൽ തങ്ങളത് പുറത്തുവിടുമെന്ന്. അതും ഇവർക്ക് ഏറെ ചങ്കത്തടിയേറ്റ പോലെയായി. എന്താണ് ഇത്രയധികം ഭയപ്പെടാനുള്ളത്? സത്യത്തിൽ ചില പുറത്തുവിടുന്ന, അതായത് റിപ്പോർട്ടർ ടിവിക്ക് കിട്ടിയെന്ന് പറയപ്പെടുന്ന വിവരങ്ങൾ അനുസരിച്ച് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമാ മേഖലയിൽ. ഈ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ഒരിക്കലും സഹ നടിമാരോ നടന്മാരോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള ഒരു ഉപകാരം എന്താണെന്ന് അറിയാമോ? അത് പുതുമുഖ നടികളും ഒക്കെ വരുമല്ലോ, അവർക്ക് അതായത് പ്രധാനപ്പെട്ട ആളുകൾക്ക് വഴങ്ങാതിരിക്കുന്ന നടികളുണ്ടാവും. അതായത് തനിക്ക് ഇപ്പണി വേണ്ട, ഇത് തനിക്ക് പറ്റിയ പണിയല്ല, ഇത് തനിക്ക് കുടുംബത്തിനും ചേർന്ന പണിയല്ല, തനിക്ക് പറ്റുന്ന പണിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ലൈംഗിക ചൂഷണത്തിനെതിരെ പറയുന്ന, എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ട എന്ന് പറയുന്ന നടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നടികളെ ഇതിനു വേണ്ടി, അതായത് പ്രമുഖർക്ക് വേണ്ടിയിട്ട് ഈ നടികളെ മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളുടെ പ്രധാന ദൗത്യം. അതല്ലാതെ അഭിനയിക്കുകയാണ് എന്നുള്ളത് മാത്രം കരുതരുത്. ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ നിര തന്നെ സിനിമാ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ വഴങ്ങാത്ത നടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ വിദേശയാത്രയൊക്കെ പ്ലാൻ ചെയ്യും. ഈ വിദേശയാത്രകൾക്കിടയിൽ പല കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതായത് താല്പര്യമില്ലാത്ത ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ വിദേശയാത്രക്കിടയിൽ നടക്കുകയും, അതുമല്ലെങ്കിൽ വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും അവരെ ഇതിനു വേണ്ടി പരുവപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ജോലി. അത്തരത്തിലുള്ള നീതികേടുള്ള ഏറ്റവും മ്ലേച്ഛകരമായ ജോലി ചെയ്യുന്നവരാണ് ഈ കോഓപ്പറേറ്റിംഗ് സ്റ്റാറ്റസിൽ പെട്ടിട്ടുള്ളവർ. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉന്നത നടന്മാരും അതായത് ഉന്നത നടന്മാരും പ്രമുഖരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് മേൽ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുന്നത്. വ്യക്തിപരവും സ്വകാര്യതയും മാനിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് വേണം ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ എന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ അതിന് പോലും താല്പര്യമില്ല. അതിലെ ചില ഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തി, അനുബന്ധം ഉൾപ്പെടെ മാറ്റി നിർത്തിയിട്ട് പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞിട്ട് പോലും അത് പ്രസിദ്ധീകരിക്കാൻ പോലും തണ്ടലുറപ്പുള്ള ഒറ്റ നടന്മാർ പോലും ഇല്ലേ ഈ രംഗത്ത് എന്നുള്ളത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കാത്തത്? എന്തിനാണ് ഈ പ്രമുഖരെല്ലാവരും കോടതിയിലേക്ക് ഓടിപ്പോകുന്നത്? ആദ്യം എത്തിയത് സജി പാറയിലാണ്. സജി പാറയിൽ എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത്? ഈ റിപ്പോർട്ട് വരുന്നത് സ്വകാര്യതയെ മാനിക്കുമെന്ന് പറഞ്ഞിട്ട് ആരുടെയും പേര് പറയാതെയാണ് ഈ ഭാഗങ്ങൾ എല്ലാം, ആരുടെയും പേര് പറയാതെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിരുന്നത്. അതിന് പോലും തണ്ടലില്ല എന്നുള്ളതാണ്, നട്ടലില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ ലൈംഗിക ചൂഷണവും ലൈംഗികപരമായിട്ടുള്ള മെരുക്കലുകളും ഒക്കെ ഈ സിനിമാ രംഗത്ത് നടക്കുന്നുണ്ട്. ഇതൊരു തൊഴിലിടമാണ്, അത് നമ്മൾ മാനിക്കേണ്ടതാണ്. ഒരു തൊഴിലിടത്താണ് ഇത്രയേറെ നീചമായ രീതിയിൽ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നത്. ഈ സിനിമാ രംഗത്തെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേറെ, അതിനെക്കുറിച്ചുമൊക്കെ പുറത്തു പറയാൻ ഇപ്പോൾ ആളുകൾക്ക് പേടിയാണ്. പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് പലരും. ഇനി സജി പാറയിൽ വന്നതിന്റെ പിന്നാലെ തന്നെ നടി രഞ്ജിനി, അതായത് ഓഗസ്റ്റ് 17 ഈ റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ നടി രഞ്ജിനി തലേ ദിവസം പോയിട്ട് കോടതിയിൽ പറയുകയാണ്, ഞാനും ഇത് ചെയ്തതാണ്, ഞാനും ഇതിന് മൊഴി കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് വായിക്കാൻ തരാതെ ഇത് റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കീഴ്വഴക്കമോ അങ്ങനെ ഒരു വകുപ്പോ ഒന്നും ഇല്ല. ഒരു മൊഴി കൊടുത്തു, ഒരു കമ്മീഷൻ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ്, ആ കമ്മീഷൻ ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയാണ്, അത് പുറത്തുവിടുകയാണ്.
അതിൽ ആരുടെയും പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൊഴി നൽകിയവരുടെ പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നടി രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നതിന്റെ തലേ ദിവസം പോയി കോടതിയിൽ ഇത്തരം ഒരു ഹർജി കൊടുത്തതിന് പിന്നിൽ ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് നടി രഞ്ജിനിയെ കൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഒരു ഹർജി കൊടുപ്പിക്കാൻ കാരണം? ആരെയാണ് നടി രഞ്ജിനി ഉൾപ്പെടെയുള്ളവർ ഈ ഇത് തുറന്നു പറയുന്നതിൽ, ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിലൊക്കെ ഭയക്കുന്നത്? ആർക്കെതിരെയായിരിക്കും നടി രഞ്ജിനി അത്ര രൂക്ഷമായി തനിക്ക് പ്രശ്നമുണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകുക? അപ്പോൾ അത്രയേറെ ആ കാലം മുതൽ, അന്ധകാലം മുതലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെയാണ്, പല നടന്മാർക്കും പലതരം വീക്ക്നെസ്സുകളാണ്. ഇതൊന്നും എന്താ പറയുക, വീക്ക്നെസ് എന്നുള്ളതല്ല, അവരുടെ അവകാശം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത്തരം ലൈംഗിക ചൂഷണങ്ങളൊക്കെ നടക്കുന്നത്. കൂടാതെ ഒരു നടന് രണ്ടുപേരെ വേണമെന്നുള്ള ആവശ്യം വരെ ഉയർത്തുന്നവരുണ്ട്. അത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ ഒരു തൊഴിലിടത്തെ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞു. ആ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കുക എന്നുള്ളതാണ്. ആ തൊഴിലിടം ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പദ്ധതി നടപ്പാക്കണ്ടേ? ആ തൊഴിലിടവും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. ആ ചിന്ത പോലും ഇല്ലാതെ ഇത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളത് ഏത് പ്രമുഖ നടന്മാർക്കും പ്രമുഖർക്കുമാണ് ഉള്ളത്, ആ ചിന്തയുള്ളത്. എന്തുകൊണ്ടാണ് അതിന് വഴങ്ങാതിരിക്കുന്നത്? ഒരു ശുദ്ധീകരണം എന്തുകൊണ്ട് ഈ മേഖലയിൽ വേണ്ട എന്ന് വെക്കുന്നു? എന്തിന് ബാക്കിയുള്ളവർ മിണ്ടാതെ ഇരുന്ന് ഇതിനെ പ്രതികരിക്കാതിരുന്ന് ഇതിനെയൊക്കെ പ്രമോട്ട് ചെയ്യുന്നു? ഒരുപാട് പേരുടെ അന്നമാണ് സിനിമാ മേഖലയിൽ. ആ സിനിമാ മേഖലയിലാണ് ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ അത്രയും നടക്കുന്നത്. കൂടാതെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഒരാൾക്ക് 2 പേർ വേണം എന്നുള്ളത് പോലെ തന്നെ പോക്സോ കേസെടുക്കാനുള്ള കാര്യങ്ങൾ, രീതിയിലുള്ള മൊഴികൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള രഹസ്യങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. അതൊക്കെ പരസ്യമായി കൊണ്ടിരിക്കുന്ന രഹസ്യങ്ങളാണ്. ഇതൊക്കെ ചില അന്തപുര രഹസ്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞ് പാട്ടാകുകയാണ്. എന്നാൽ ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞതുമില്ല. അത്തരത്തിൽ പലതരത്തിലുള്ള മോശം അഭിപ്രായങ്ങളും സിനിമാ മേഖലയെ സംബന്ധിച്ച് ഉണ്ട് എന്നിരിക്കെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ സർക്കാരും ഇതിന് വഴങ്ങി നിൽക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? ഏത് നടന്മാരെ ഭയന്നിട്ടാണ്? കാരണം 2017 ജൂലൈ 1 ഹേമ കമ്മീഷൻ ഇത് സംബന്ധിച്ച്, ഈ മലയാള സിനിമാ മേഖലയിലെ ഈ ചൂഷണങ്ങളെ സംബന്ധിച്ച് പഠനം നടത്താൻ തുടങ്ങുന്നത്. തുടർന്ന് 2 വർഷത്തിനിപ്പുറം 2019 ഡിസംബർ 31 ഈ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ കണ്ട കാലയളവ് മുഴുവൻ ഈ രഹസ്യങ്ങളെല്ലാം സർക്കാർ പൂഴ്ത്തിവെക്കുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. സർക്കാർ പൂഴ്ത്തിവെക്കുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി, ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി ഇത് പൂഴ്ത്തിവെക്കുകയാണ്. അതേസമയം ഒരു സർക്കാർ എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങാതെ ഈ തൊഴിലിടം ശുദ്ധീകരിക്കണം എന്നുള്ള രീതിയിൽ ഇത് പുറത്തുവിടാനുള്ള ധൈര്യം, ചങ്കുറപ്പ് പിണറായി സർക്കാർ കാണിക്കേണ്ടതുണ്ട്. കാരണം മുൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ അന്നമാണ് ഈ ഒരു തൊഴിൽ മേഖല. ആ തൊഴിൽ മേഖലയെ എന്താ പറയുക, കളപറിച്ചു കളഞ്ഞിട്ട് ആ തൊഴിലിടത്തെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ തൊഴിലിടമായി തന്നെ നിലനിർത്തുക എന്നുള്ളത് ഒരു സർക്കാർ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ പല പ്രമുഖരുടെയും ഉന്നതരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇത്തരം ഒരു റിപ്പോർട്ട്, ഇത്രയും കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇത് പഠിച്ച് ഇതിനെതിരെയുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അഴിഞ്ഞു വീഴുന്ന മുഖപടമൊക്കെ അഴിഞ്ഞു വീഴട്ടെന്നേ. ആർക്കാണ് കാലാകാലങ്ങളോളം ഈ തൊഴിലിടവും ഭരിക്കണമെന്നുള്ള ഇത്ര വാശിയുള്ളത്? ആർക്കാണ് സ്ഥിരമായിട്ട് ലൈംഗിക ചൂഷണം നടത്തണമെന്നുള്ള ആവശ്യം ഈ തൊഴിലിടത്തിലുള്ളത്? അവരുടെയെല്ലാം പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. അവിടെ എല്ലാവർക്കും എല്ലാ നാളിലും എല്ലാ കാലത്തും വരുന്ന തലമുറയ്ക്കുമൊക്കെ സ്വസ്ഥമായി പണിയെടുക്കാനുള്ള ഒരു തൊഴിലിടമായി മാറട്ടെ. അതല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് മാത്രം ഒരു മേഖലയിൽ നിലനിൽക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന തലമുറയെ അടിമപ്പെടുത്താതിരിക്കട്ടെ.
അതിനുവേണ്ടി ഇത് റിപ്പോർട്ട് പുറത്തു വരട്ടെ. കാരണം സുരേഷ് ഗോപി വരെ പറഞ്ഞിരിക്കുന്നു, റിപ്പോർട്ട് പുറത്തു വരട്ടെ, അവിടെ ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്, ശുദ്ധീകരണം നടത്തേണ്ടതാണെങ്കിൽ ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഇതിൽ സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ചിലരെല്ലാം എത്തും. ഈ ചിലരുടെ ആവശ്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പലരും കുടുങ്ങും. ഇപ്പോൾ മേൽക്കോയ്മയിൽ സമൂഹത്തിൽ വാഴുന്ന പലരും കുടുങ്ങും. അത് മാത്രമല്ല, ഇവിടെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരമൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എല്ലാ മൊഴികളും തെളിവുകളും ഒക്കെയുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തി അതിനെതിരെ നടപടി ഉണ്ടാകണം, കൃത്യമായ നിയമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഉണ്ടാകണം, അത്തരത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ അന്വേഷണം വരണം എന്ന രീതിയിൽ ചിലർ സുപ്രീം കോടതിയെ സമീപിക്കാനും ഇടയുണ്ട്. ഇതും ഒരു വിഭാഗത്തെ ഏറെ തളർത്തുന്നുണ്ട്. കാരണം ഇതുവരെ അവർക്കുണ്ടായിരുന്ന മേൽക്കോയ്മകളെല്ലാം, സമൂഹത്തിലും ഈ മേഖലയിലും ഉണ്ടായിരുന്ന മേൽക്കോയ്മകളെല്ലാം അടപടലം തകർന്നടിഞ്ഞു വീഴുകയാണ് അന്നേരം ഉണ്ടാവുക. എന്നാലും അങ്ങനെയുള്ള മേൽക്കോയ്മകളെല്ലാം അടപടലം പൊളിഞ്ഞു വീഴട്ടെ എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ചിലതൊക്കെ ചീഞ്ഞാലേ ചിലതിനൊക്കെ വളമാകും. അങ്ങനെ നല്ലൊരു നാളേക്ക്, നല്ലൊരു തൊഴിലിടത്തിന് വേണ്ടിയിട്ട് അത്തരം പൊയ്മുഖങ്ങളെല്ലാം ചീഞ്ഞു പോകട്ടെ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. നന്ദി.